വായിക്ക്. എന്തിന്? സ്വന്തമായിട്ടങ്ങ് വായിച്ചാൽ മതി. വായിച്ചു നോക്ക്. ഫ്രീ ഫ്രീ. ഒരു ജോഡി ബ്രേസ്ലെറ്റ്സ് വാങ്ങുമ്പോൾ ഒരു ജോഡി സാരി ഫ്രീ. ഇതാണ്. അയ്യോ, അതല്ല, അതിന് താഴെ. വരനെ ആവശ്യമുണ്ട്. അമേരിക്കയിൽ നിന്നും വന്ന സുന്ദരിയായ യുവതിക്ക് കഴിവും യോഗ്യതയുമുള്ള വരനെ ആവശ്യമുണ്ട്. ജോലിയോ സാമ്പത്തിക നിലയോ പ്രശ്നമല്ല. എപ്പടി? അതിന് ഞാൻ തോന്നണം. എങ്ങനെയുണ്ട് ഐഡിയ? എന്താ ഐഡിയ? കല്യാണം കഴിക്കണം. ഞാൻ കല്യാണം കഴിക്കണം അല്ലേ? ആ, സിനിമാ നടനാകാൻ പോകുന്ന ഞാൻ കല്യാണം കഴിക്കണം അല്ലേ? അതിന് നീ ആദ്യം സിനിമാ നടനാവണ്ടേ? അത് ഞാൻ ആകും. അതിനുള്ള വഴിയാ ഞാൻ തുറന്നു തന്നിരിക്കുന്നത്. എന്ത് വഴിയാ തുറന്നിട്ടിരിക്കുന്നത്? അങ്ങോട്ട് തുറന്ന് പറ. എന്റെ സൂര്യ, കോടീശ്വരിയായി ഈ പെൺകുട്ടി നിന്റെ സ്വന്തമായി കഴിഞ്ഞാ പിന്നെ ചാൻസ് വേണ്ടി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? സ്വന്തം ബാനർ പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് നായകനായിട്ട് അഭിനയിച്ചൂടെ? തരക്കേടില്ലാത്ത ഐഡിയ ആണല്ലോ. എങ്കിലിനി വൈകണ്ട, സ്വന്തമാക്കൂ, വമ്പനാകൂ. സൂപ്പർ സ്റ്റാർ സൂര്യ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഐഡിയ പിടി. മിസ്റ്റർ ചന്ദ്രൻ, ഇന്ന് ITDC സ്വിമ്മിംഗ് പൂൾ കുളി, നൈറ്റ് മലബാർ താജിൽ കോക്ടെയിൽ ആൻഡ് 3 കോഴ്സ് ഡിന്നർ, ടുമാറോ പിക്നിക് ആൻഡ് ഡേ ആഫ്റ്റർ ടുമാറോ ഹണ്ടിങ്. ആർ യു ഹാപ്പി മിസ്റ്റർ ചന്ദ്രൻ? വെരി ഹാപ്പി അല്ല സാർ, ഹാപ്പിയോ ഹാപ്പി. എന്നാൽ ഇതൊന്നും നടക്കില്ല. അതെന്താ സാർ? ഒന്നും നടക്കില്ല എന്ന് കേട്ടപ്പോൾ വിഷമം തോന്നിയല്ലേ? അതെ സാർ. എന്നാൽ ഇതെല്ലാം ആസ്വദിക്കാൻ ഒരു വഴിയുണ്ട്. പറയണം സാർ, സാറിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. പ്രോമിസ്? പ്രോമിസ്. സാറിന്റെ തലയാണ് സത്യം. ഞാൻ വാക്ക് പാലിച്ചില്ലെങ്കിൽ സാറിന്റെ തല പൊട്ടിത്തരാം. അല്ലെ വേണ്ട, തല മാറ്റാം. എന്റെ തലയാണ് സത്യം. വേഗം റെഡി ആയിക്കൊള്ളൂ. ഞാൻ റെഡിയാണ്. സാറിന് എന്താണ് വേണ്ടത്? ഫിനിഷ് ചെയ്യണം. ഇതിപ്പോ ഞാൻ ഫിനിഷ് ചെയ്ത് തരാം. ഡോണ്ട് ടച്ച് ഇറ്റ്. ഒരാളെ ഫിനിഷ് ചെയ്യണം. കൊല്ലാനോ? സാറ് വെറുതെ തമാശ പറഞ്ഞതാവും. സാറ് അങ്ങനൊന്നും ചെയ്യാൻ പറ്റിയ ഒരാളല്ല. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. അപ്പൊ സാറ് കാര്യമായിട്ട് തന്നെയാണോ പറഞ്ഞത്? യെസ്. എന്റെ പൊന്ന് സാറേ, ഞാനില്ല, എനിക്കതിന് പറ്റില്ല. ശരിയെങ്കിൽ പോയിക്കോളൂ. ഓ, വളരെ ഉപകാരം. ഓ, നല്ല പണിയാ തന്നത്. ജസ്റ്റ് എ മിനിറ്റ്. പോകുന്നെങ്കിൽ പോകാം, പക്ഷേ ഈ ബംഗ്ലാവിൽ നിന്ന് പുറത്തു കടന്നാൽ നിന്റെ കൈക്ക് വിലങ്ങ് വീഴും. വിലങ്ങോ? എന്തിന്? ഈ കൊലപാതകമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഇയാളെ അറിയത്തു പോലുമില്ല. ഞാൻ നിരപരാധിയാണ് സാർ. ഞാൻ പറയുന്ന സത്യമാണ് സാർ. പക്ഷേ പോലീസിന് ധാരാളം മതി. സാർ എന്നെ രക്ഷിക്കണം. എത്ര കരഞ്ഞാലും നിനക്ക് നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. സാർ, എന്റെ കൂടെ നിന്നാൽ എനിക്ക് കിട്ടുന്ന പണത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരും. കിട്ടുന്നത് പകുതി എനിക്ക് തരുമോ? തരും. 50-50. അഗ്രി? ശരി സാർ. ഞാൻ ആരെയാ കൊല്ലണ്ട? നാൻസി, മരിച്ചുപോയ എന്റെ സഹോദരിയുടെ ഏക മകൾ. സഹോദരിയുടെ മകൾ? യെസ്, നാൻസി ഫിലിപ്പ്. പിന്നൊരു കാര്യം, ഇന്നു മുതൽ നീ ചന്ദ്രനല്ല, ചാപ്ലിൻ, മിസ്റ്റർ ചാപ്ലിൻ. അങ്കിൾ ഒന്നൊന്നേ. എന്തേ? ഒന്നുമില്ല, ഒരു കാര്യം പറയാം. അത് ശരി. വെറുതെ ഒരു സ്ത്രീ പീഡനം.
എന്തൊരിടി യവനാര് ജാക്കി അച്ചായനോ യവനൊക്കെ ഇനി പാത്തിയിൽ ഇട്ടേ കാര്യമുള്ളൂ എണ്ണപ്പാത്തി അടി, അടി, അടി. അടി, അടി, അടി. അയ്യോ കൈക്ക് കുഴമ്പ് ഇടണോ വാ ഇതാര് ഫ്രൂസിലി ചേട്ടനോ താങ്ക് യു. ഇടിക്കല്ലേ എന്റെ പൊന്നു കുഞ്ഞെ നീ തക്ക സമയത്ത് വന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോ ശത്രു അല്ലല്ലേ? സുന്ദരിയായ മകളുമൊത്ത് യാത്ര ചെയ്യുമ്പോ വളരെ സൂക്ഷിക്കണം. എല്ലായ്പ്പോഴും രക്ഷപ്പെടുത്താൻ എന്നെ പോലെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ ബൈ ബൈ. മോൾ എന്ത് ചെയ്യുന്നു? അയ്യോ ഇതെന്റെ മോളല്ല, നാൻസി കുഞ്ഞ്. നാൻസി ബംഗ്ലാവിലെ ഒരേ ഒരു അവകാശി. ഐ സി. മോന്റെ പേരെന്താന്ന് പറഞ്ഞില്ല? ചാർലി എന്ന് വിളിക്കും. ഓഹോ മോനൊന്ന് കിട്ടിയല്ലേ ഇവിടെ? ഇതുപോലെ എത്രണ്ണം കിട്ടിയിരിക്കുന്നു, അല്ല എത്രണ്ണം കൊടുത്തിരിക്കുന്നു. ഓ ശരി. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ എന്തും ചെയ്യും എന്നുള്ളൊരവസ്ഥ. സത്യത്തിൽ ഞാനൊരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ ഇറങ്ങിയതാ. ജസ്റ്റ് എ മിനിറ്റ്, മോളിഞ്ഞ് വന്ന ഒരു കാര്യം പറയട്ടെ. മോളെ, നമ്മുടെ നാട് അമേരിക്ക പോലൊക്കെ തന്നെയായി പട്ടാപ്പകൽ മോഷണം, പിടിച്ചുപറി, സ്ത്രീ പീഡനം. അതുകൊണ്ട് മോൾക്കൊരു ബോഡി ഗാർഡിന് ആവശ്യമുണ്ട് തോന്നുന്നു. ബോഡി ഗാർഡ്? അതൊക്കെ ഞാൻ ചെയ്തോളാം, മോളൊന്നും പറയണ്ട. ജോലി എന്ന് പറയുമ്പോൾ എന്ത് ജോലിയാണ് പ്രതീക്ഷിക്കുന്നത്? ജോലി എന്ന് പറയുമ്പോ എന്ത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, മനസ്സിലായില്ലേ? എങ്കിലും ഈ കരാട്ടെ, കുങ്ഫു, ജൂഡോ തുടങ്ങിയവരെല്ലാം ബ്ലാക്ക് ബെൽറ്റ്, വൈറ്റ് ബെൽറ്റ്, ഗ്രീൻ ബെൽറ്റ്, യെല്ലോ ബെൽറ്റ് തുടങ്ങിയ എല്ലാ ബെൽറ്റും കയ്യിലുള്ളതിനാൽ ഈ ബ്ലാക്ക് ഹാറ്റ് മോഡലുള്ള കമാൻഡോ, ഐ മീൻ ഈ ബോഡി ഗാർഡ് ടൈപ്പിലുള്ള ജോബ്സ് ആണ് എനിക്ക് കൂടുതൽ താല്പര്യം. ബെൽറ്റുകളെല്ലാം ബാഗിലുണ്ട്, വേണമെങ്കിൽ പരിശോധിക്കാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും Come on. ജസ്റ്റ് മിനിറ്റ്, ഇപ്പൊ വരാം. താങ്ക് യു. പെർഫോമൻസ് ഒക്കെ വളരെ നന്നായി. പക്ഷെ ഫൈറ്റ് കുറച്ചുകൂടി പഠിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പഴയ ചില സിനിമകളുടെ നമ്പർ ഏത്, എങ്കിലും അത്യാവശ്യം ചിലർക്കൊക്കെ ഇടിച്ചു കയറാൻ ഇത്രയും നമ്പർ വേണ്ടി വരും. ഏത് പറഞ്ഞതിലും കൂടുതൽ കാശുണ്ട്. എല്ലാവരും ഓരോ ഫുള്ളൊക്കെ എടുത്ത് അടിച്ച് ഫിറ്റായി ബോധം കെടും. എന്നാ വരട്ടെ. ഓക്കെ, വീണ്ടും കാണേണ്ടി വരും. ഇതാണോ നാൻസിയുടെ വീട്? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ മാത്രം സേഫ് അല്ല, ഒന്നിലധികം വാതിലുകൾ ഉള്ളതുകൊണ്ട് ഇവിടെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നാൻസി മോൾക്ക് ഈ ബംഗ്ലാവാ ഇഷ്ടം. കണ്ണാടി മാള ഇതുപോലെ രണ്ടെണ്ണം വേറെ ഉണ്ട്, അവിടെ പോവില്ല. നീ ഒന്നേ പറയട്ടെ. ഡാഡിയുടെ ആത്മാവിട്ടുണ്ടെന്നാണ് മോളുടെ വിശ്വാസം. ഓക്കെ, ഐ വിൽ മാനേജ് ഇറ്റ്. മാനേജ് ഒന്നും ആവണ്ട, തല്ലുള്ളൂ. എന്താ? അല്ല, ബോഡി ഗാർഡ് ആയാ മതി എന്ന് പറയായിരുന്നു. കഷ്ടം. ഇവരാരാ? ബോബനും മോളിയും പോലെ രണ്ടെണ്ണം. ചന്ദ്രലേഖ എന്റെ ഡാൻസ് ടീച്ചറാ. മറ്റേ ടീച്ചറുടെ സഹോദരൻ ഭീമൻ. ഭീമനായാലും ശരി, ഖടോൽക്കനായാലും ശരി, ഞങ്ങൾക്ക് സെക്യൂരിറ്റി ചെക്കപ്പ് മസ്റ്റ് ആണ്. ബെൽറ്റ് ബോംബുണ്ടെന്നുള്ള ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കപ്പ്. പോണ വസ്തുക്കളാണ്. എന്താണ് എന്റെ കയ്യിലുള്ളത്? സത്യം പറ. എന്റെ പെങ്ങളെ തൊട്ട് കളിക്കരുത്. അതെ, ഇനി മുതൽ എല്ലാം എന്റെ കർശനമായ നിയന്ത്രണത്തിലായിരിക്കും. ഓക്കെ, ആരും പ്രതികരിക്കണ്ട. അതൊരു കമാൻഡോയുടെ ഡ്യൂട്ടിയാണ്. മിടുക്കനാ, കൊള്ളാം. അപ്പോയിന്റ് ചെയ്തത് നന്നായി. അച്ചോങ്കിൽ ചാർലിക്ക് ഔട്ട് ഹൗസ് എന്ന് കാണിച്ചു കൊടുക്ക. ഹലോ. കൈ കൈ ചേട്ടാ, ഈ ചെക്കിംഗ് ഇടയ്ക്കിടയ്ക്കുണ്ടാവും. ബി കെയർഫുൾ. ഓക്കെ, ലേഖേ ഇന്ന് ഡാൻസ് പ്രാക്ടീസ് വേണ്ട. ഓക്കെ. അനിയത്തിപ്രാവേ, അവന്റെ നിഴൽ നിന്റെ ദേഹത്തെങ്ങാനും പതിച്ചോ? പതിച്ചിരുന്നെങ്കിൽ മറ്റൊരു കുരുക്ഷേത്ര യുദ്ധം ഇവിടെ ആരംഭിച്ചേരെ. ഹലോ, പോകല്ലേ, ചായ കുടിച്ചിട്ട് പോകാം. ആരോ എനിക്ക് ചായ തരാന്ന് പറഞ്ഞല്ല. മോളെ, മോളെന്താ ഇത്ര വൈകിയത്? അങ്കിൾ, വരുന്ന വഴിക്ക് കുറെ റൗഡികൾ എന്നെ ഉപദ്രവിക്കാൻ വന്നു. എന്നിട്ട് ഭാഗ്യത്തിന് ഒരാൾ വന്നെന്നെ രക്ഷിച്ചു. മൈ ഗോഡ്. അപ്പൊ എന്റെ തീരുമാനം എത്ര കറക്റ്റാ? എന്താ അങ്കിൾ?
ചാപ്ലിൻ മോളെ, ഇന്നു മുതൽ നീ എവിടെ പോയാലും മിസ്റ്റർ ചാപ്ലിൻ നിന്റെ കൂടെ ഉണ്ടാവും, നിന്റെ ബോഡി ഗാർഡായിട്ട്. ഇയാളോ? ഇങ്ങനെ ചുവന്ന പഴം പോലെ ഇരിക്കുന്നു വിചാരിക്കണ്ട. കളരി, കറാട്ടെ, കുംഫു എന്നിവയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നേടിയിട്ടുള്ള ആളാണ്. സോറി എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഒരു ബോഡി ഗാർഡിനെ പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. നോ പ്രോബ്ലം. രണ്ടുപേരുള്ളത് എപ്പോഴും നല്ലതാണ്. ഒരാൾ ഇടതും ഒരാൾ വലതും. അത് വേണോ അങ്കിൾ? വേണം. അതല്ല അങ്കിൾ മാനേജ് ചെയ്തോളാം. മോളിൽ ചെന്ന് ഫ്രഷ് ആവും. ചെല്ലേ. വന്നവൻ നമുക്ക് പാരയാകും സാർ. അതൊന്നും നീ നോക്കണ്ട. യു ഡു യുവർ ഡ്യൂട്ടി. ഓക്കെ? ഏറ്റു. വരൂ, ഔട്ടേഴ്സ് കാണിച്ചു തരാം. ഓക്കെ സാർ. ആ ഇത് ഔട്ട് ഹൗസ് അല്ല, ഔട്ടായ ഹൗസാണ്. യോ, ഏത് സമയത്ത് ഉത്തരം ഉച്ചി വീണ് ഞാൻ ഔട്ടാവും. എന്റെ ദൈവമേ. ഹലോ മിസ്റ്റർ ബോഡി ഗാർഡ്. ചന്ദ്രൻ, നീ ഇവിടെ എത്തിയോ? സാഹചര്യം എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. നീ എങ്ങനെ വന്നു? സാഹചര്യങ്ങൾ എന്നെയും ഇവിടെ കൊണ്ടെത്തിച്ചു. ഞാൻ ഇന്നു മുതൽ എന്റെ ഒരു പുതിയ ജീവിതത്തിന് ഇവിടെ തുടക്കം കുറിക്കുക. ഞാനും. ഏത് വേഷത്തിലാണാവോ? ഞാൻ മാഡത്തിന്റെ ബോഡി ഗാർഡാണ്. ബോഡി ഗാർഡോ? ഞാൻ ആ മാഡത്തിന്റെ ബോഡി ഗാർഡ്. അത് ഞാൻ ഇല്ലാത്തപ്പോ നീ വർക്ക് ചെയ്താൽ മതി. ആരില്ലാത്തപ്പോ ആര് വർക്ക് ചെയ്യണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഇതേ നേരിട്ടുള്ള നിയമനമാണ് ചന്ദ്ര. സൂര്യ ചന്ദ്രനല്ല, ചാപ്ലിൻ. ചന്ദ്ര സൂര്യനല്ല, ചാർലി. ചാർലി ചാപ്ലിൻ. അങ്ങനെ ഒന്നിപ്പിക്കണ്ട, രണ്ടായിട്ട് തന്നെ നിന്നാ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഏത് ഷെയറും പോകും, നിന്റെ ഡൽക്കോയും പൊളിയും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവനവന്റെ ജോലി ചെയ്താൽ മതി. പരസ്പരം പാരപണിയരുത്. പണിതാൽ നീയും സീറോ, ഞാനും സീറോ. പണിതില്ലെങ്കിൽ നീയും ഹീറോ, ഞാനും ഹീറോ. ഓക്കെ? കഴിഞ്ഞതൊക്കെ നമുക്കിവിടെ മറക്കാം.